നേർച്ച. അപ്പം മാതാവിന് ഞാൻ ഇവിടുന്ന് പോകുമ്പം മുതൽ എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന 5 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന മുടങ്ങാതെ 5:30 എന്നൊരു സമയമുണ്ടെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കും. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും കാശുരൂപ എൻ്റെ ബാഗിനകത്തുനിന്ന് ഞാൻ എടുക്കത്തേയില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും, എൻ്റെ ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഇടും. ആ കാശുരൂപ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ 2 തരം അറ്റൻഡ് ചെയ്തതും. അങ്ങനെ അത് തീർന്ന് PhD സബ്മിറ്റ് ചെയ്തു. 2023 ഏപ്രിൽ 12 സാധാരണ 1 വർഷമാവും സിനോപ്സിസ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരാം. വിത്തിൻ 4 months കൊണ്ട് 2023 ഏപ്രിൽ 12 എൻ്റെ വൈവേം തീർന്ന് ഡോക്ടറേറ്റും കിട്ടി. അപ്പോൾ അന്ന് മുതൽ ഇത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് വരണം എന്നുള്ളത്. അതിനുശേഷം വലിയൊരു ആഗ്രഹമായിരുന്നു, PhD ഇത്രയും ഡിലേ ചെയ്തല്ലോ, ഇനി എൻ്റെ PDF അപ്ലൈ ചെയ്യാൻ എന്നാ ചെയ്യുന്നത്, പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് എന്ന് പറയാം, അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ അന്നേരം മുതൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇപ്പോഴല്ലേ തീർത്ത്, കുറച്ച് റിലാക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ അദ്ദേഹം അറിയാതെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2023 ജൂൺ ആയപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ നിന്ന് എനിക്ക് ഒരു ഗൈഡ് റിപ്ലൈ ചെയ്തു, PDF-ന് ഞാൻ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ PDF യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ നിന്ന് ഹൈബ്രിഡ് മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ